ആശാ വർക്കർമാർക്ക് മുന്നിൽ സർക്കാർ വഴങ്ങിയിരിക്കുകയാണ്. ആശാ വർക്കർമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ആശമാർക്ക് ഓണറേറിയം കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. തീരുമാനത്തെ കയ്യടിയോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധം നടത്തുന്ന ആശമാർ സ്വീകരിച്ചത്. 7,000 രൂപയ്ക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ആശാവർക്കർമാരെ നമ്മുടെ ജോലി ചെയ്ത കൂലി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന 2018 മുതൽ നടപ്പിലാക്കിയ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുത്തരവായിരിക്കുന്നു. നമ്മളുടെ കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, 10 മാനദണ്ഡങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 എങ്കിലും പാലിച്ചാലേ 7,000 രൂപ കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പിൻവലിച്ചിരിക്കുകയാണോ? എന്താണ് ഉത്തരവിൽ പറയുന്നത്? മഞ്ജുഷ, ഇതിനെ ഒരു സർക്കാർ വഴങ്ങിയ ഒരു സാഹചര്യമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ ഈ ആവശ്യങ്ങൾ ഈ സമരവുമായി ആദ്യഘട്ടത്തിൽ സർക്കാർ തലത്തിൽ ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ചയിൽ തന്നെ ഈ ഓണറേറിയം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അത് പിൻവലിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലർ സമരസമിതി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു തരത്തിലും ഈ സമരക്കാരോട് വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI എന്ന രാഷ്ട്രീയ സംഘടനയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിന് സർക്കാർ തയ്യാറായാൽ അത് സർക്കാർ തലത്തിൽ വലിയൊരു തിരിച്ചടി നേരിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. CITUവിനുള്ളിൽ വലിയ തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകും. സർക്കാർ ഒടുവിൽ അവർക്ക് വഴങ്ങി എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം വരും. അതുകൊണ്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ തലത്തിൽ ഒടുവിലത്തെ കൂടിയാലോചനകൾ എത്തിയിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത്. അതിനോട് ഏത് തരത്തിലായിരിക്കും ഈ സമരസമിതി പ്രതികരിക്കുക എന്നത് വൈകാതെ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഓണറേറിയം കൂട്ടുവാനുള്ള തീരുമാനം ഉണ്ടാവുകയില്ല അല്ലേ? ഓണറേറിയം കൂട്ടണം എന്നുള്ള ഒരു പ്രധാന ആവശ്യമുണ്ടല്ലോ, അതുണ്ടാവുകയില്ല. അതായത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ഇന്ന് ഈ ആശാ വർക്കർമാർ നടത്തുന്ന സമരപ്പന്തലിനോട് ചേർന്ന് തന്നെ അംഗൻവാടി ടീച്ചേഴ്സും സമാനമായ തരത്തിൽ സമരം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന മുമ്പോട്ട് വെക്കുന്ന ഒരു ആവശ്യത്തിന് മുമ്പിൽ പെട്ടെന്ന് അങ്ങ് വഴങ്ങിക്കൊടുത്താൽ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് സർക്കാരിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തരത്തിലും ഇനിയൊരു വിട്ടുവീഴ്ച വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI ആണ് എന്ന് തന്നെയാണ് ഈ ആവശ്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരി, ആശമാരുടെ ഓണറേറിയം കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അത് പിൻവലിച്ചിരിക്കുകയാണ് സർക്കാർ. നേരത്തെ ആശമാർക്ക് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നതാണ്. ഇതേക്കുറിച്ചുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആശമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 100 കണക്കിന് ആശമാരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടക്കുന്നത്. സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചാണ് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നത്. ഉപരോധ സമരം സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ പക്ഷേ ബാധിച്ചിട്ടില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 36ാം ദിനത്തിലാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം നടന്നത്. രാവിലെ 10:30 സമര കവാടത്തിലേക്ക് പ്രതിഷേധ റാലിയായി എത്തിയ ആശമാർ MG റോഡിൽ കുത്തിയിരുന്നതോടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. പിന്നെ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെയുള്ള സമരാവേശം. ചില്ലുമേടകളിൽ ഇരിക്കുന്നവർക്ക് ഈ സമരം തിരിച്ചറിയാനാവില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത KK രമ MLA. ഒരുപക്ഷെ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമാണ്. വളരെ പ്രയാസകരമായ അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നെങ്കിലും റോഡ് ഉപരോധിച്ചവരെ നീക്കാൻ യാതൊരു പ്രകോപനത്തിനും പോലീസ് മുതിർന്നില്ല. പിന്നാലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെമ്പിളൈ ഒരുമ സമര നേതാവ് ഗോമതിയും സമരവേദിയിൽ. ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് മുതലാളിമാരുടേതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ,
ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞത്? സമരം ചെയ്തല്ല നേടിയെടുക്കേണ്ടതെന്ന്. ഇത് കുറെ ആളുകൾ കൂടി അതിന്റെ അകത്ത് ഈ സമരം വിജയിക്കാൻ പാടില്ല എന്നൊരു വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവരോടാണോ സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനം? കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി ആശാവർക്കർമാരെക്കുറിച്ച് ഒരു വാക്കുപോലും അവരോട് സംസാരിച്ചില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനം. ആശാവർക്കർമാരും സമരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ഇത് ആദ്യമായിട്ടൊരു ട്രെയിനിങ്. ഇത്രയും കാലം എവിടെയായിരുന്നു ഈ സർക്കാർ? ഒരു നയ പൈസയുടെ കുടിശ്ശിക കേരളത്തിന് നൽകാനില്ല എന്ന് പാർലമെന്റിൽ അസന്നിഗ്ധമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡാജി പറഞ്ഞതോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ വാദമുഖങ്ങളും പൊളിഞ്ഞു പാളീസായിരിക്കും. ആശാവർക്കർമാർക്ക് വേണ്ടി സർക്കാർ ജില്ലാതലങ്ങളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ടാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ ഉപരോധത്തിന്റെ ഭാഗമായത്. പ്രതിഷേധം കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റിന്റെ 4 കവാടങ്ങളിലും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.